ഹലോ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓരോ ട്രിക്ക് എങ്ങനെ നമ്മൾ കുറേ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമല്ലോ. അപ്പം നമ്മളെ കയ്യിൽ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെച്ചെങ്കിൽ അതായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ കളയിനേക്കാളും മുമ്പ് തന്നെ നമ്മൾ ചിന്തിക്കണം. അതായത് ഇതൊരു സെൽഫി മക്കനാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റോൺ ആയതുകൊണ്ട് അവർ ഉപയോഗിക്കണില്ല. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഉടുപ്പടിക്കുക, വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ടോപ്പ് പോലെ ഉപയോഗിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണിച്ചത്. ഫുള്ള് സ്റ്റോണാണ് കേട്ടോ. അപ്പം നമ്മൾ എന്ത് പണി ചെയ്ത് ഇതിനെ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിക്ക് പറഞ്ഞുതരാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അന്ന് പാവാട ഷർട്ട് കൊണ്ട് അടിച്ചല്ലോ, അതായത് മിഡി. അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ കണ്ട ഈ ഭാഗം നമ്മൾ തിരിച്ചിട്ട് ആ സ്റ്റോൺ ഭാഗം ഫ്രണ്ടിലേക്ക് എടുക്കുക. സ്റ്റോണിൻ്റെ ഭാഗം ശരിക്കും ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് നല്ല ഭംഗിയിൽ അടിക്കുക എന്നുള്ളതിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വള്ളിക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഞാൻ വള്ളിക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈക്കുഴിക്ക് വെട്ടണ പോലെ തന്നെയാണ് കേട്ടോ. അതായത് കൈക്കുഴിക്ക് ഇപ്പോൾ നമ്മൾ 6 ആണെന്നുണ്ടെച്ചെങ്കിൽ നമ്മളിപ്പോൾ ബാക്കിൽക്കും കൂടിയുള്ള വള്ളിയാണല്ലോ, വള്ളി നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ എന്താണ് ഫ്രണ്ടിലത്തെ ആ ഒരു ഇതിന് ബാക്കിലേക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 6ഉം പിന്നെ ഒരു 6ഉം കൂടി എക്സ്ട്രാ ആയിട്ട് അങ്ങനെ 12 എടുത്ത് അതിൽ കൂടെ അടിക്കണതും കൂടിയിട്ട് ഒരു 13 എടുത്തിട്ടുണ്ട് ആ വള്ളിൻ്റെ നീളം. അങ്ങനെയാണ് 13 ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ 2 എണ്ണം അതേ അളവിന്, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ അതിൻ്റെ അളവിന് തന്നെ ഒന്നും കൂടി വെട്ടിയെടുക്കേണ്ട 2 വള്ളി വേണം. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഈ ഡ്രസ്സിൽ വെച്ചാൽ 2 വള്ളി മാത്രം മതി. പിന്നെ നമുക്ക് അടിഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, കാരണം അതിൻ്റെ ബാക്ക് വശം ഒന്ന് കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതിനും വേണ്ടി അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കയറിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്ത്, അല്ലാതെ ഒരു പണിയേ ഇല്ല ഈ ഉടുപ്പിന് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അതാ കണ്ട 2 പീസ് എടുത്ത് ഇതിന് നമ്മൾ ചെയ്യണത് ഇതാ മടക്കിയിട്ട് ഉള്ളിലേക്ക് നല്ല ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ പുറത്ത് ചീത്ത ഭാഗം വെച്ചിട്ടാണ് ഈ മടക്കിക്കണത്. ഈ പുറത്ത് ചീത്ത ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ, വള്ളിക്കും വേണ്ടി. അങ്ങനെ 2ഉം അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക, വേറെ ഒരു പണിയും വേണ്ട. അതുപോലെ തന്നെ അപ്പോൾ നമ്മളിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇത് നോക്കി നോക്കിയേ, ഈ ഭാഗം ഇങ്ങനെ പിടിച്ചും കണ്ടിട്ട് ഈ സ്റ്റോണിൻ്റെ ഭാഗം നമ്മൾ ഫ്രണ്ടിൽ കണ്ട് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ആ വള്ളി നമ്മളെ കഴുത്തിൻ്റെ അകലം നീക്കിയിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്താണ് ആ വള്ളി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെച്ചെങ്കിൽ അവർക്ക് ഉടുപ്പായിട്ട് ഉപയോഗിക്കുക. അല്ലാത്ത കുട്ടികൾക്ക് ഇതില്ലേ നമ്മളെ കോട്ട്, അതായത് ഓപ്പൺ കോട്ട്, ഫ്രണ്ടിലേക്ക് ഈ വർക്കൊക്കെ കാണുന്ന പോലത്തെ ഓപ്പൺ കോട്ട് ഇട്ട് കൊടുക്കുക ഒക്കെ ചെയ്യട്ടെ. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് കാണിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. വേറെ ഒരു ഇതുമില്ല, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡിയാവും. അപ്പോൾ അതാണ് നമ്മൾ ഓരോന്നും നമ്മൾ സാധനങ്ങൾ നമ്മളിപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ട് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഓരോ ഐഡിയക്കാണ് നമ്മൾ ഓരോന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വീതി ഉണ്ട് കേട്ടോ, അതായത് കോട്ടിൻ്റെ ഉള്ളിൽ ഇടുന്നതുകൊണ്ട് ഇത് വീതിയിലാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികൾക്കാണ് ഇതുപോലെയൊക്കെ കിട്ടുകയാണെങ്കിൽ അടിക്കണമെന്നുണ്ട് വെച്ചെങ്കിൽ ഇതിക്കൊന്ന് വീതി കുറച്ചിട്ടുള്ള വള്ളി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കി ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ മറിച്ച് കൊടുക്കണേ നമ്മൾ കാണിച്ചു തരാം. അത് മറിച്ചതിന് ശേഷം അതിമൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി സ്റ്റോണുള്ളൊരു ഉടുപ്പായി. ഇപ്പോൾ സ്റ്റോൺ ഇല്ലാത്തൊരിതാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോണൊക്കെ ഒട്ടിച്ച് കൊടുക്കുക, എങ്ങനെ നമ്മളെ ട്രിക്കാണ് എല്ലതും. അതായത് നമ്മൾക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എന്താണോ ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കുറേ ചുരിദാർ അടിക്കാനുള്ളതൊക്കെ കാണിച്ചു തരുമ്പോഴും അത് ടോപ്പ് അടിക്കണം കാണിച്ചു തരുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെയാണ് ഒന്ന് മനസ്സിലാക്കി വെക്കുകയൊക്കെ ചെയ്യണം. ഇങ്ങനത്തെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതൊക്കെ പെട്ടെന്ന് സിമ്പിളായി തോന്നുള്ളൂ. അപ്പോൾ ഇതേ ഉള്ളൂ പണി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് പേര് പറഞ്ഞ് മടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്ക് മടി ഇല്ലയെന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ മെഷീനിൽ ഇരിക്കുക, എന്നിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു തുണീന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നുണ്ട് അടിച്ചു കൊടുക്കുക, മനസ്സിലായോ? ഇങ്ങനെ വെച്ചിട്ട് അതേപോലെ ആ വള്ളിൻ്റെ ബാക്കിലത്തെ ആ തല ഉണ്ടല്ലോ അത് ഈ ബാക്കിലേക്കും വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഒരു വള്ളിൻ്റെ ഭാഗം ഫ്രണ്ടിലേക്കും ഒരു വള്ളിൻ്റെ ഭാഗം ബാക്കിലേക്കും ആയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലിപ്പോൾ ഒന്നും നമ്മൾ പറയാൻ അതിന് മാത്രമൊന്നും ഇല്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാ വീഡിയോസും ഇടുന്ന വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.